ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഡോക്ടർ നൈന ജോർജ് അച്ഛന്, ഡോക്ടർ റെനി തോമസ് അച്ഛൻ്റെ കൂടെ കുറച്ച് നാൾ പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. വളരെയേറെ നേതൃത്വ ശേഷിയുള്ള അച്ഛൻ. ഇപ്പോൾ കുറ്റൂർ ബഥാന്യ സെന്റ് ഗ്രിഗോസ് ബഥാന്യ ഇടവകയുടെ വികാരിയും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനും ഈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുകയാണ്. അച്ഛൻ്റെ ക്ഷമയും ഇന്ന് ഇതിനെ സംബന്ധിക്കുന്നു. ബാക്കി എല്ലാ ശ്രേഷ്ഠരായ വൈദികര്, സെന്റ് ഗ്രിഗോസ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുണ്ട്. വളരെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മുത്തേടം സാറ്, മറ്റ് ശ്രേഷ്ഠരായ ഏവരെയും ഒരു വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ലൈഫ് സ്കിൽസ് എന്ന വിഷയത്തിൽ തന്നെ ഉള്ള മൂന്നാമത്തെ ഒരു ഭാഗമാണ്. എംപതിയും അതുപോലെ മറ്റു വിഷയം എടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പ്രോബ്ലം സോൾവിങ് എന്നുള്ള വിഷയമാണ്. നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഏജ് ഓഫ് ആങ്സൈറ്റിയാണ്. ഒരു ഉത്കണ്ഠയുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെ? നമുക്ക് എപ്പോഴും ജീവിതത്തില് പല നൈപുണ്യങ്ങളില്ലാതെ ഇന്നും ജീവിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പം ആദ്യമേ തന്നെ നമുക്ക് ലൈഫ് സ്കിൽസ് എന്താണെന്നുള്ള രീതിയിൽ PPT നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈഫ് സ്കിൽസ് നമുക്ക് എപ്പോഴും ജീവിത നൈപുണ്യങ്ങൾ എന്ന് പറയുന്നതിനെ കുറിച്ച് ലോകാരോഗ്യ സംഘടന ധാരാളം ലൈഫ് സ്കിൽസ് ഉണ്ട്. അതിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലൈഫ് സ്കിൽസിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്: ലൈഫ് സ്കിൽസ് ആർ ദ അബിലിറ്റീസ് ടു അഡാപ്റ്റീവ് ആൻഡ് പോസിറ്റീവ് ബിഹേവിയർ ദാറ്റ് എനേബിൾ ഇൻഡിവിജ്വൽ effectively to work according to the demands and challenges of everyday life. ലോകത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ വ്യാപാരങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ തരണം ചെയ്യുവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. നമുക്കറിയാം ഇന്നിവിടെ ധാരാളം പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ജീവിതത്തിൽ നമുക്ക് പ്രശ്നമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും, അല്ലേ? ഒരു മനുഷ്യന് ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പ്രശ്നങ്ങളെ നേരിടുന്നു എന്നുള്ളത്. ചുരുക്കത്തില് പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അയാൾ ജീവിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തില്ല, അല്ലെ? ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളിലൂടെയാണ്, പ്രശ്ന നിർദ്ധാരണത്തിലൂടെയാണ് ഓരോ മനുഷ്യനും മുന്നേറുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ ലൈഫ് സ്കിൽസ് എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ യുണിസെഫ് പറഞ്ഞിട്ടുള്ള ഈ ബിഹേവിയർ ചേഞ്ച് ഫോർ ബിഹേവിയർ ഡെവലപ്മെന്റ് അപ്രോച്ച് ഡിസൈൻ ടു അഡ്രസ് എ ബാലൻസ് 3 areas. ആസ്ക് എന്നാണ് പറയുന്നത്: ആറ്റിറ്റ്യൂഡ്, സ്കിൽ ആൻഡ് നോളജ്. ഒരാളെ ജീവിതത്തിൽ പര്യാപ്തരാക്കാൻ വേണ്ടി നൈപുണ്യങ്ങള്, അതുപോലെ അഭിരുചികള്, അതുപോലെ അറിവുകൾ. ജീവിതത്തിൽ ഇന്ന് നമ്മൾ ദൈനംദിനം കേൾക്കുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളത്, പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ആൾക്കാര് എല്ലാവരും പലപ്പോഴും ജീവിതത്തില് ഓരോ മേഖലകളിലും പലപ്പോഴും പതറിപ്പോകുന്നത് കാണാറുണ്ട്. അപ്പൊ എപ്പോഴൊക്കെയാണ് നമ്മൾ എപ്പോഴും ലൈഫ് സ്കിൽസിന്റെ ഈ പ്രാധാന്യത്തെക്കുറിച്ച് അതിലേറെ ഈ പറയുന്ന ചെങ്ങന്നൂർ ഭദ്രാസനയും ഓർത്തഡോക്സ് സഭയും ഹ്യൂമൻ എംപവർമെന്റ് വിഭാഗത്തെ അഭിനന്ദിക്കുന്നു. കാരണം ബാക്കി എല്ലാ വിദ്യാഭ്യാസവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് അറിയാം ഇന്ന് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് യൂണിവേഴ്സൽ സ്റ്റഡീസ് ഒന്നുമില്ല, യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ നമുക്കില്ല. ജീവിതത്തെക്കുറിച്ച്, ജീവിതം എന്ന പാഠപുസ്തകത്തെ കുറിച്ചുള്ള അറിവുകളില്ല. ജീവിതത്തില് ഒരു പ്രശ്നം വന്നാലോ, ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടം വന്നാലോ അടുത്ത് എന്താ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച്, അതിലെങ്ങനെയാണ് ആശയവിനിമയം ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് പ്രശ്നം നിർദ്ധാരണം ചെയ്യേണ്ടതിനെ കുറിച്ച് പലർക്കും ഒരു അറിവില്ല. ഓക്കെ, അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം. 10 ഇമ്പോർട്ടന്റ് ലൈഫ് സ്കിൽസ് പറയുന്നുണ്ട്. അതില് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ലൈഫ് സ്കിൽസിനെ. 3ആയിട്ട് തിരിക്കുന്നത്: ഒന്ന് സോഷ്യൽ സ്കില്ല്, തിങ്കിങ് സ്കില്ല്, ഇമോഷണൽ സ്കില്ല്. നമ്മൾ പറയുന്നത് സാമൂഹികമായ ചില നൈപുണ്യങ്ങൾ ആവശ്യമുണ്ട്. അതിനകത്ത് പെടുന്നതാണ് ഈ പറയുന്ന സെൽഫ് അവയർനെസ്, എംപതി, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. രണ്ടാമത്തേത് തിങ്കിങ് സ്കിൽ, ചിന്തിച്ചെടുക്കേണ്ട തീരുമാനങ്ങളിലുള്ള 4 സ്കിൽസിലാപ്പോഴും പറഞ്ഞത്: ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്. അതിൽ വളരെ അടുത്ത് നിൽക്കുന്ന 2 ലൈഫ് സ്കിൽസ് ആണ് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കാനുള്ള ഒരു ശേഷിയും അതുപോലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവും. അതാണ് തിങ്കിങ് സ്കിൽ. ചിന്തയിലൂടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ അതിലൂടെ തന്നെ മാറ്റാനെടുക്കുന്ന ആ ഭാഗത്തെയാണ് ലൈഫ് സ്കിൽസിൽ തിങ്കിങ് സ്കിൽ. മൂന്നാമത്തെ ഇമോഷണൽ സ്കിൽ, വൈകാരികമായ കാര്യങ്ങളെ 2ആയിട്ട് തരംതിരിച്ച് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. അതാണ് രണ്ടാമത്തെ വിഭാഗം. അടുത്ത സ്ലൈഡ്: വാട്ട് ഈസ് പ്രോബ്ലം? നമ്മളെപ്പോഴും പ്രശ്നത്തെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്താണ് ഒരു പ്രശ്നം? നമ്മുടെ ഓരോരുത്തരും, ഒരു കൊച്ചുകുട്ടിയായിരിക്കും, അവന് ഒരു കളിപ്പാട്ടം കിട്ടാത്തായിരിക്കും പ്രശ്നം. ചിലപ്പം മുന്നോട്ട് പോകുമ്പോൾ പഠന പ്രശ്നങ്ങളായിരിക്കാം,
അല്ലെ അധ്യാപകരുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ മുന്നോട്ടുള്ള യൗവന ജീവിതത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ പ്രണയബന്ധത്തിന്റെ ഒരു പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ജോലി കിട്ടുന്ന സമയത്ത് പ്രൊഫഷണൽസും കൂടെയുള്ള കളീഗ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുള്ള പ്രശ്നമായിരിക്കാം. പിന്നീട് ദൈനംദിന സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ കുടുംബത്തിലായാലും ബന്ധങ്ങളിലായാലും ജോലിയുടെ സ്ഥലത്തായാലും പലർക്കും പ്രശ്നമുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ പറയുന്നത്? പ്രോബ്ലംസ് ആർ ദ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ലൈഫ്. ഇറ്റ് മേ ബി എ പർട്ടിക്കുലർ പ്രോബ്ലം ടു ബി ഫ്രെയിംഡ് ഓൺ ദ പ്രൊഫഷണൽ ഓർ ഫാമിലി ഏരിയാസ് ഓർ റിലേഷൻഷിപ്സ് ഓർ ജോബ്സ്. അല്ലെ, പല ഏരിയയില് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു തടസ്സമാണ്, ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഒബ്സ്റ്റിക്കിൾ കാണും. പ്രോബ്ലം ഈസ് ആൻ ഒബ്സ്റ്റിക്കിൾ or that hinders the achievement of a particular goal, object or a purpose. ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന അതിൽ എത്തിച്ചേരാൻ സഹായിക്കാതിരിക്കുന്ന ഒരു തലത്തെയാണ് പലപ്പോഴും പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിൽ എന്താണ് പ്രശ്ന പരിഹാരം, ദാറ്റ് ഈസ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. Problem solving refers to cognitive processing directed at achieving a goal when the problem solver does not initially know solution method. അതുപോലെ തന്നെ പറയുന്ന പ്രോബ്ലം സോൾവിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് എ പ്രോബ്ലം, ഡെവലപ്പിംഗ് പോസിബിൾ സൊല്യൂഷൻ ആൻഡ് ടേക്കിംഗ് ദ അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണെന്നുള്ളത്, അതിനുള്ള കൃത്യമായ ഓൾട്ടർനേറ്റീവ്സ്, അതിനുള്ള എന്തൊക്കെ സാധ്യതകളാണ് ആ പ്രശ്നം വന്നപ്പം കണ്ടെത്തിയത്. നമുക്കറിയാം, നമുക്ക് മഴയത്ത് പോകുന്ന സമയത്ത് ഒരു കടയിൽ പോകണം, കുട കയ്യിലില്ല. നമ്മുടെ പ്രധാന പ്രശ്നം എന്തൊക്കെയായിരിക്കും? അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുള്ള. അപ്പൊ നമുക്ക് അതിനായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ചോയ്സ് അന്നേരം എടുക്കാൻ പറ്റുന്നില്ല. ആ ചോയ്സിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇപ്പൊ അവിടെ എത്തിച്ചേർന്നത് വലിയ ആഗ്രഹമുണ്ട്, നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവൽ അവിടെയാണ്. റിയാലിറ്റി ലെവൽ ഇപ്പൊ മഴയാണ്, നമ്മുടെ കയ്യിൽ കുടയില്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ചോയ്സുകൾ എന്തൊക്കെ ആയിരിക്കും? ഓൾട്ടർനേറ്റീവ് ചോയ്സ്, വേണേ സുഹൃത്തിനോട് ഒരു കുട ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകാൻ മറ്റെന്തെങ്കിലും ബസ്സോ മറ്റോ കാറോ ടാക്സി വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ യാത്ര വേണ്ടെന്ന് വെക്കാം, അല്ലെ? അങ്ങനെ 4 ചോയ്സ്. പക്ഷെ പലപ്പോഴും പ്രശ്നത്തിന്റെ സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തുവാൻ ഒരു ബുദ്ധിമുട്ടാവില്ല. പ്രോബ്ലം സോൾവിങ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് എ പ്രോബ്ലം. ശരിക്കും ഒരു പ്രശ്നത്തെ കണ്ടെത്തുവാനും അവയെ അതിന് വേണ്ട രീതിയായ മറ്റ് സൊല്യൂഷൻസ് ഓർ ചോയ്സസ്, അതിനുള്ള മറ്റെന്തൊക്കെയാണ് മറ്റ് ചോയ്സസ് കൊടുക്കും, അല്ലെ? അതിന് പകരമായിട്ട് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്താ കൊടുക്കാൻ പറ്റുന്നത്? അത് ലഭിക്കാതെ വരുമ്പോൾ ആ വ്യക്തി വളരെ സംഘർഷത്തിലാവുന്നുണ്ട്. ഇപ്പൊ എപ്പോഴും നമ്മുടെ നാട്ടില് ധാരാളം വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ധാരാളം പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഡോക്ടറൽ എഡ്യൂക്കേഷനും ഒക്കെ ഉള്ളവരുണ്ട്, അല്ലെ? പക്ഷെ എങ്കിലും നമ്മുടെ നാടിന് അറിയപ്പെടുന്ന 2 വലിയ ഇൻഡിക്കേറ്റേഴ്സ്, ബാഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇതാണ്: സൂയിസൈഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഡിവോഴ്സ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതിന്റെ പ്രധാന കാരണം കേരളത്തിൽ ഇത്രയും അറിവുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത 2 കാര്യങ്ങളാണ്. അപ്പൊ അതില് ഈ പറയുന്ന പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വളരെ കുറയുന്നത് കൊണ്ടാണ് എന്നാണ് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ കൗൺസിലിംഗ് മേഖലയിൽ ഒരു 14 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ധാരാളം പേര് അവിടെ കൗൺസിലിങ്ങിന് വേണ്ടി ഹോസ്പിറ്റലിൽ, പരമല ഹോസ്പിറ്റലിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന കാര്യം, എന്റെ പ്രശ്നങ്ങളെ എനിക്ക് നേരിടാൻ സാധിക്കുന്നില്ല. ചിലരോട് ചോദിക്കുമ്പോൾ പറയുന്നത് എന്റെ പ്രശ്നങ്ങൾ പോലും മനസ്സിലാവുന്നില്ല എന്നുള്ള. ആ പ്രശ്നങ്ങളെ കുറിച്ച് ഉള്ള ആ ഒരു തിരിച്ചറിവില്ലായ്മ അത് അവർക്ക് ആ പ്രശ്നത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അല്ലെ? അടുത്ത സ്ലൈഡ് നോക്കാം നമുക്ക്. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസസ് ഓഫ് പ്രോബ്ലം സോൾവിങ്. ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് ആർ നോട്ട് ടു ബി അവോയ്ഡ് ഔട്ട് ഓഫ് ഫിയർ. ഒരു പ്രശ്നത്തെ നമുക്ക് ഒളിച്ചിരിക്കും തോറും ആ പ്രശ്നം നമ്മളെ തേടിയെത്തുകയും നമുക്ക് പരിഹരിക്കാൻ പറ്റാതാവുകയും ചെയ്യും. പ്രോബ്ലംസ് ആർ ദ പാർട്ട് ഓഫ് ലൈഫ് ആൻഡ് therefore we have to solve the problem and to evade problems left unresolved. നമുക്കറിയാം, വളരെയേറെ ധാരാളം പേരെ പ്രചോദിപ്പിച്ചിരുന്ന നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള 1-2 കോട്ട്സ് ഉണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇംപോസിബിൾ എന്നുള്ള വാക്കിനെ അദ്ദേഹം റീഡിഫൈൻ ചെയ്തത് ഐ ആം പോസിബിൾ എന്ന്. അതിൽ നോ എന്നുള്ളതിന് അദ്ദേഹം റീഡിഫൈൻ ചെയ്തത് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന്. ഫെയിൽ എന്നുള്ളതിന് അദ്ദേഹം റീഡിഫൈൻ ചെയ്തത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ഫിയർ എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞത് ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്, ഓർ ഫോൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയാലിറ്റി. ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്തിന്റെ അദ്ദേഹം ഫുൾ ഫോം പറഞ്ഞത് എഫേർട്ട് നെവർ ഡൈസ്. പലപ്പോഴും നെഗറ്റീവ് ഒരു കാര്യങ്ങളെ ഒന്നിലധികം സൊല്യൂഷൻസ്
കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും. നമുക്ക് ആ സ്ലൈഡ് നോക്കാം. സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ്. ഒരു ചിത്രം കാണുന്നുണ്ട്. അതിൽ 6 സ്റ്റെപ്സാണ് പലപ്പോഴും പറയുന്നത്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കതിൽ നേരിടാനുള്ള 6 മാർഗങ്ങൾ, നമ്മുടെ പ്രശ്നം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി അതിൽ എങ്ങനെയാണ് അത് പരിഹരിക്കാൻ പറ്റുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് എന്റെ പ്രശ്നത്തിന്റെ ഫ്രണ്ടിൽ ഞാൻ പകച്ചു നിൽക്കുക, എനിക്കത് മനസ്സിലാവുന്ന പോലുമില്ല. അപ്പൊ എന്തൊക്കെയായിരിക്കും 6 സ്റ്റെപ്സ് എന്നുള്ളതാണ് WHO പറഞ്ഞിട്ടുള്ളത്. തന്നെ 6 സ്റ്റെപ്സ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ, ഐഡന്റിഫൈ. ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ചറിയാൻ ശ്രമിക്കണം. രണ്ടാമത്തെ, എക്സ്പ്ലോർ. അതിലൂടെ അതിന്റെ മറ്റ് മാർഗങ്ങൾ ഉണ്ടാകുന്ന, അതില് തിരുത്താൻ പറ്റുന്ന, അതില് മറ്റ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. അതുപോലെ തന്നെ സെറ്റ് ഗോൾസ്. അതില് 3ാമത്തെ മാർഗം പറയുന്നു. 4ാമത്തേത് ഓൾട്ടർനേറ്റീവ്സ്, പോസിബിൾ ആയിട്ടുള്ള സാധ്യതകൾ. ഇപ്പം കൗൺസിലിങ്ങിന് അവിടെ ഒരു 2 മാസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാൽ 9 വർഷം സ്നേഹിച്ച ഒരു പെൺകുട്ടി ഉപേക്ഷിച്ചിട്ട് പോയിട്ട് അവന് ഉറക്കഗുളികൾ കഴിച്ചു, മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം എല്ലാം കഴിഞ്ഞ് ICUലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് അതല്ലാതെ എന്തായിരുന്നു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒരു ഓപ്ഷനും ഇല്ല, ഓൾട്ടർനേറ്റീവ് ഇല്ല. ആ സമയത്ത് എനിക്കൊരു ഓൾട്ടർനേറ്റീവ് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ്. അപ്പൊ എന്തൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള സാധ്യതകൾ എന്നുള്ളത് ഒന്നുകൂടെ ഇരുത്തി സംസാരിച്ചപ്പോൾ അദ്ദേഹം 4 സൊല്യൂഷൻസ് അദ്ദേഹം തന്നെ പറഞ്ഞു. ഒരു സൊല്യൂഷൻ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഇറങ്ങി നടക്കാമായിരുന്നു, അല്ലെങ്കിൽ ഷവർ ഓൺ ചെയ്തൊന്ന് കുളിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഫോൺ ചെയ്തൊരു സുഹൃത്തോട് സംസാരിക്കാമായിരുന്നു, അല്ലെങ്കിൽ സഹായം ആവശ്യപ്പെടാമായിരുന്നു, ഒരു കൗൺസിലറിനെയോ ഒരു ടെലിഫോൺ കൗൺസിലിംഗ് ചെയ്യാമെന്ന്. ഇങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞ 4 സെഷൻസിന് ശേഷം പറയാം, ആ സമയത്ത് എനിക്കത് പറ്റിയില്ല എന്ന്. അതാണ് ഓൾട്ടർനേറ്റീവ്സ് ആണ്. അടുത്തത്, ഇത്തരം ഓൾട്ടർനേറ്റീവ്സ് എങ്ങനെയാണ് അതെങ്ങനെ പൂർണ്ണമായും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒരു WHO തന്നെ പറയുന്ന ധാരാളം മോഡൽസ് ഉണ്ട്. അതിൽ ഒരു മോഡൽ പറയുന്നത് പവർ മോഡൽ എന്നാണ്. അപ്പൊ അക്രോണിംസ് ആണ്, അബ്രിവേഷൻസ് ആണ്. പവർ എന്ന് പറയുന്നത് POWER, പവർ മോഡൽ എന്നാണ്. പവർ മോഡൽ എപ്പോഴും പറയുന്നത്, ഒന്നാമത്തെ, ക്ലാരിഫൈ ദ പ്രോബ്ലം. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ആദ്യം മനസ്സിലാകും. ചിലപ്പോൾ പ്രശ്നം എന്താണെന്ന് പോലും ചിലർക്ക് അറിയില്ല. എന്താണ് എന്റെ പ്രശ്നം? ഉറക്കമില്ലായ്മയാണ് എന്റെ പ്രശ്നം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ അസ്വസ്ഥപ്പെടുന്നത്? ക്ലാരിഫൈ ദ പ്രോബ്ലം. രണ്ടാമത്തെ, ഓപ്ഷൻസ് ആൻഡ് എക്സാമിൻ വിത്ത് യുവർ ഗോൾസ്. നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്, അതിന് എന്ത് ഓപ്ഷൻസ് ഒക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും, ഓൾട്ടർനേറ്റീവ്സ് എനിക്ക് കൊടുക്കാൻ പറ്റും, ബെറ്റർ ചോയ്സ് എന്ത് കൊടുക്കാൻ പറ്റും. മൂന്നാമത്തെ, വി റീച്ച് ഓപ്ഷൻസ്. ആ ഓപ്ഷൻസിന് എനിക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് അത് കുറച്ചുകൂടെ എന്റെ ജീവിത സാഹചര്യം, അവനവന്റെ ജീവിത സാഹചര്യമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. മൂന്നാമത്തെ, ഇനാക്ട് ആൻഡ് ഇലക്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതിലേറ്റവും ഉചിതമായത് അവനവന്റെ ജീവിത സാഹചര്യത്തിൽ അത് ഏതാണ് ഏറ്റവും ഉചിതമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അത് ഓർത്തെടുക്കാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെ ചേർത്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആസ്ക് ഫോർ ഹെൽപ്പ്, സഹായത്തിന് അത് ആ മേഖലയിൽ ബന്ധപ്പെട്ട ആ അറിവുള്ള ആളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ചോദിക്കാനുള്ള, സഹായം ചോദിക്കാനുള്ള ലജ്ജയില്ലായ്മ അദ്ദേഹത്തെ കുറച്ചുകൂടെ ഇതാകും. നാലാമത്തെ പവറിന്റെ R എന്ന് പറയുന്നത് റിവ്യൂ ആൻഡ് റിഫ്ലക്ട്. നമ്മളെടുത്ത തീരുമാനം ഒന്നുകൂടെ ശരിയാണോ, അത് പൂർണ്ണമായിട്ടും അത് എന്റെ ഇപ്പൊ ജീവിത സാഹചര്യത്തിന് മാച്ച് ചെയ്യുന്നതാണോ, അത് വെറുതെ ഒരു സ്വപ്നം ഡേ ഡ്രീമിങ് മാത്രമാണോ, അല്ലെങ്കിൽ അത് റിയലിസ്റ്റിക് ആണോ എന്നുള്ളിടത്താണ് കുറച്ചുകൂടെ ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കുന്നത്, അല്ലെ. പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്നത്, ഒരു തീരുമാനം എടുക്കുന്നതിന് 4 തലങ്ങളുണ്ട്. ദ റോങ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം, അതൊരു ഡിസാസ്റ്റർ ആണ്, ഒരു ദുരന്തമാണ്. രണ്ടാമത്തെ, റോങ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം, ദാറ്റ്സ് എ മിസ്റ്റേക്ക്. മൂന്നാമത്തേത് പറയുന്നത് റൈറ്റ് ഡിസിഷൻ ഇൻ ദ റോങ് ടൈം, അത് അൺഅക്സെപ്റ്റഡ്. മറ്റുള്ളവർക്കെല്ലാം, ചിലപ്പോൾ നമുക്ക് കുടുംബത്തിലുള്ളവർക്കും ഒരു ജോലി സ്ഥലത്ത് ഒരിക്കലും അംഗീകരിക്കപ്പെടാത്ത ഒരു തീരുമാനം നമ്മൾ എടുക്കുവാണെങ്കിൽ അത് അൺഅക്സെപ്റ്റഡ് ആയി പോകും. നാലാമത്തേത് ദ റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം, യഥാർത്ഥ ഉചിതമായ തീരുമാനം യഥാർത്ഥ സമയത്ത് എടുക്കുന്നതിനാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിസാസ്റ്റർ, മിസ്റ്റേക്ക്, അൺഅക്സെപ്റ്റൻസ്, സക്സസ്, ഈ 4 തലങ്ങളിലൂടെയാണ് പോകുന്നത്. രണ്ടാമത്തെ നമ്മൾ പവർ മോഡലുകൾ കണ്ടു. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന പറയുന്ന രണ്ടാമത്തെ ഒരു മോഡലാണ് ഐഡിയൽ മോഡൽ. ധാരാളം മോഡലുകളുണ്ട്, നമുക്ക് എപ്പോഴും സമയ ചുരുക്കം കൊണ്ട് രണ്ടാമത്തെ ഒരു മോഡൽ പറയുന്നത് ഐഡിയൽ മോഡൽ. അപ്പൊ അതില് IDEAL എന്നാണ് ഒരു അക്രോണിം പറയുന്നത്. ഒരു 5 വാക്കുകളാണ്. ഐഡന്റിഫൈ ദ പ്രോബ്ലം, നമ്മുടെ പ്രോബ്ലത്തിന്റെ റൂട്ട് കോസ് ഉണ്ട്, പ്രധാന കാരണം. ഇപ്പൊ എനിക്ക് സ്ഥിരമായിട്ട് വിശപ്പില്ലായ്മ ഉണ്ടെങ്കിൽ
ഒരു ഫിസിഷ്യനെ കാണുമ്പോഴായിരിക്കും അറിയുന്നത് ചിലപ്പോൾ എന്റെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ഗ്രോത്ത് എന്തായാലും ഇൻഡസ്റ്റൈൽ ഉണ്ടായിരിക്കും. അപ്പൊ യഥാർത്ഥ കാരണം മനസ്സിലാക്കാതെ നമ്മൾ എപ്പോഴും അതിന്റെ സിംറ്റം മാത്രമാണ് എപ്പോഴും പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പം ഐഡന്റിഫൈ ദ പ്രോബ്ലം. രണ്ടാമത്തേത് പറയുന്നത് ഡിഫൈൻ ദ പ്രോബ്ലം. നമ്മുടെ ആ പ്രശ്നത്തെ കുറച്ചുകൂടെ ഒന്ന് ഡിഫൈൻ, ഒരു പ്രിസൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ, അതിലെ ഫാക്ട് ഫൈൻഡിങ്, ഫോൾട്ട് ഫൈൻഡിങ് ചെയ്യാതെ യഥാർത്ഥത്തിൽ ഫാക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി എന്താണ് യഥാർത്ഥത്തിൽ എന്റെ പ്രശ്നം ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്, ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണോ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നമാണോ, ജോലി സ്ഥലത്തുള്ള വർക്ക് ലോഡിന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ചിലപ്പം എനിക്കിപ്പോൾ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ ജയിക്കുമോ തോക്കുമോ എന്നുള്ള അമിതമായ ഭയമാണോ, അത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. മൂന്നാമത്തെ എക്സ്പ്ലോർ പോസിബിൾ സൊല്യൂഷൻസ് ഫോർ ദ പ്രോബ്ലം. ഞാൻ മുമ്പേ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു 3 4, അല്ലെങ്കിൽ മഴയത്ത് പോയ ഒരാൾ 4 ഓപ്ഷൻ പറഞ്ഞു അല്ലെ. കൂടെ ഉള്ള ഒരാളുടെ സഹായം തേടാം, അല്ലെങ്കിൽ ഒരു വണ്ടി ലിഫ്റ്റിന് ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള 3 4 ഓപ്ഷൻസ് കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ആ സൊല്യൂഷൻസ് ഏതാണെന്ന് നമുക്ക് മാച്ച് ചെയ്യുന്നത്, അത് ചെയ്യാൻ പറ്റും. പലപ്പോഴും ആൾക്കാര് 3 റിയാക്ഷൻസ് ആ ഭയത്തിന്റെ റിയാക്ഷൻസ് അല്ലെ, ഫൈറ്റ്, ഫ്ലൈറ്റ് ആൻഡ് ഫ്രീസ് എന്ന് പറയും. ഒന്നുകിൽ യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് അല്ലെ, ഒരാളോട് യുദ്ധം ചെയ്യാനും വഴക്കുണ്ടാക്കാനുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ പലപ്പോഴും ചിലർ ചിന്തിക്കുന്നത്. ചിലപ്പം ഫ്ലൈറ്റ്, അവിടുന്ന് ഓടി രക്ഷപ്പെടാം, ചിലപ്പം മിസ്സിംഗ് ആയി പോവാം, ഒളിച്ചിരിക്കാം അല്ലെ, ചിലപ്പോൾ മദ്യത്തിലോ ലഹരി വസ്തുക്കളോ ആശ്രയിക്കാം, അതാണ് ഫ്ലൈറ്റ് എന്ന്. മൂന്നാമത്തെ ഫ്രീസ്, മരവിച്ചിരിക്കുന്ന അവസ്ഥ. അതായത് ഇനി എന്താ ചെയ്യണ്ടേ ജീവിതത്തിൽ. പലപ്പോഴും അവിടെ ചില വരുന്ന ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടത്, എനിക്ക് തീരുമാനം എടുക്കേണ്ടത് എനിക്ക് അറിയില്ല. സോ അത് ഫ്രീസ് അവസ്ഥയിൽ. അപ്പൊ ഇതില് ഏതാണ് കുറച്ചുകൂടെ അമിക്കബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. നാലാമത്തെ അപ്ലൈ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം, സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം അല്ലെ. നമ്മൾ കണ്ടെത്തിയ അത് ഒരു ആക്ട് ചെയ്യാൻ, ഇനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തലത്തിലേക്ക് എത്തുക. അഞ്ചാമത്തെ തലം ലുക്ക് ബാക്ക് ആൻഡ് ലേൺ. ഇപ്പൊ എടുത്ത തീരുമാനം എടുത്തപ്പോഴും മറ്റു ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തപ്പോൾ അവർ പറഞ്ഞത് ശരിയായില്ല, അത് ശരിയാണ് അല്ലെ, അത് കുറച്ചുകൂടെ തിരുത്താമായിരുന്നു ഉണ്ടെങ്കിൽ അത് ഫീഡ്ബാക്ക് എടുത്ത് ലേൺ ചെയ്ത് അത് മെച്ചപ്പെടുത്താൻ തീരുമാനിക്കുമ്പോഴാണ് ആ പ്രശ്നത്തിന് പലപ്പോഴും ഒരു പ്രതിവിധിയാവും. അപ്പൊ നമുക്ക് പലപ്പോഴും ഒരു വീടിന്റെ വാതിക്കൽ ഇങ്ങനെ എഴുതി വെച്ചൊരു ബോട്ട് കണ്ടു, ഡോണ്ട് സേ ഐ ഹാവ് എ ബിഗ് പ്രോബ്ലം, സേ പ്രോബ്ലം ഐ ഹാവ് എ ബിഗ് ഗോൾ. ഒരു മനോഹരമായ കോട്ടാണ്. എനിക്കൊരു വലിയ പ്രശ്നമുണ്ടെന്ന് പറയുന്നേക്കാൾ ഉപരി പ്രശ്നമേ എനിക്ക് വലിയൊരു ദൈവമുണ്ട് എന്ന് പറയാൻ ആധുനിക കാലത്ത് മനുഷ്യർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലെ. എനിക്കൊരു വലിയ ഫാമിലി ഉണ്ട് എൻ്റെ കൂടെ, എനിക്ക് നല്ലൊരു ബന്ധങ്ങളുണ്ട്, എനിക്ക് നല്ല സൗഹൃദ വലയമുണ്ട് എന്ന് പറയാനുള്ള ഒരു ആർജവത്വവും അത്തരം സോഷ്യൽ സ്കിൽസും ഒക്കെ നമുക്ക് ലൈഫ് സ്കിൽസിന്റെ പാർട്ട് തന്നെയാണ്. നമ്മൾ വരും ദിവസങ്ങളിൽ ഇതൊക്കെ അങ്ങനെ ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യത്തിൽ നല്ല ഡിസിഷൻസ്, നല്ല തീരുമാനങ്ങൾ പലപ്പോഴും ലൈഫ് സ്കിൽസിനെ ഏറെ സഹായിക്കും. അഡ്വാൻറ്റേജസ് ഓഫ് ദ പ്രോബ്ലം സോൾവിങ്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്താണ്? നമ്മൾ അടുത്ത സ്ലൈഡ്, അഡ്വാൻറ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിങ്. അതില് പ്രധാനമായിട്ട് നമ്മളിങ്ങനെ പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പാനിക് അറ്റാക്കിലേക്ക് പോകാം, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാം, സ്ഥിരമായിട്ട് സൈക്കോസൊമാറ്റിക് അസുഖങ്ങൾ വരാം, സ്ഥിരമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ ഡിഫൻസ് മെക്കാനിസം മാനസിക പ്രശ്നങ്ങൾ വരാം, എൻസൈറ്റി വരാം. അപ്പം അതുപോലെ ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ്. അപ്പൊ എപ്പോഴും നമ്മൾ പറഞ്ഞാൽ ഈ പ്രശ്നവും പ്രോബ്ലവും അതിന്റെ സൊല്യൂഷനും, പ്രശ്നം ഒരിക്കലും ഒറ്റയ്ക്ക് പോകാറുള്ളത്, എന്റെ കൂടെ തന്നെ അതിന്റെ സൊല്യൂഷനും ഉണ്ട്. പക്ഷെ നമുക്ക് ആ പ്രശ്നത്തിന് മാറി നിന്ന് വീക്ഷിക്കുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാവും. നിങ്ങൾ എപ്പോഴും നോക്കിയാൽ അറിയാം, ട്രാഫിക് ഐലൻഡിൽ ചെല്ലുമ്പോൾ പലപ്പോഴും ഫ്രണ്ടിലുള്ള വണ്ടിക്കാരനോ വണ്ടി ഓഫായി പോവുകയോ, അല്ലെങ്കിൽ പലപ്പോഴും അത് റോങ് സൈഡിൽ പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് ഹോൺ അടിക്കും അല്ലെ. അപ്പൊ അവിടെ നിൽക്കുന്ന ട്രാഫിക് പോലീസുകാരന് പ്രത്യേകിച്ച് കാണാൻ പറ്റും. ചിലപ്പോൾ അത് പരിചയക്കുറവുകൊണ്ട് വണ്ടി ഓഫായി പോയതായിരിക്കാം, ചിലപ്പോൾ അത് ഈ ട്രാഫിക് റൂൾസ് ചിലപ്പോൾ കറക്റ്റായിട്ട് അറിയില്ലായിരിക്കാം. പുറകിരിക്കുന്നവരെല്ലാം ഹോൺ അടിച്ച് ബഹളം വെക്കുമ്പം പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് പലപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റാറുണ്ട് അല്ലെ. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം. ഞാൻ SB കോളേജിലാണ് പഠിച്ചത്. അവിടെ സമയത്ത് ഒരു പ്രാവശ്യം അവിടെ ഗ്രൗണ്ടിന്റെ അവിടെ ഇങ്ങനെ ഒരു തീപിടുത്തമുണ്ട്, അവിടെ പുല്ലൊക്കെ കരിഞ്ഞു. അപ്പൊ അവിടെ നിന്ന് കുറെ ആളുകളെല്ലാം അവിടെ വണ്ടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു, തൊട്ടടുത്ത് കുറച്ച് കാറുകളെല്ലാം കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് മാറ്റാൻ സൗകര്യമില്ല, അവസരമില്ല, അതിന് മുന്നേ അത് തീ പടർന്നുകൊണ്ടിരിക്കാം. അപ്പൊ കുറെ ആൾക്കാർ എല്ലാം ഇങ്ങനെ കൂടി നിന്ന് കാണുമ്പം വളരെ വെള്ളം അതിന് മാത്രം ചീറ്റിക്കാനുള്ള ദൂരം പറ്റുന്നില്ല. അപ്പൊ കുറച്ച് 2-3 പേരെ ഇങ്ങനെ എന്നോട് കൂടെ ഉണ്ടായിരുന്നു, ഞാനും കൂടെ ചേർന്നിട്ട്
ഉണ്ടായിരുന്ന അവിടെ ഒരു സ്പോർട്സ് ഹോസ്റ്റലിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് കെടുത്താൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ധാരാളം ആൾക്കാർ വന്ന് പെട്ടെന്ന് തന്നെ ആ വണ്ടിയുടെ അടുത്തുന്നത് തീ കെടുത്താനൊക്കെ ശ്രമിച്ചു. കൂടെ നിന്ന് വളരെ അടുത്ത് നിന്നവർക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എപ്പോഴും ഒരു പ്രശ്നത്തിനെ സംബന്ധിച്ച് ഒരു ഔട്ട്സൈഡ്, ഒരു ബേർഡ് ഐ വ്യൂ, പുറത്തു നിന്നുള്ളൊരു മാറി എന്നുള്ളൊരു വീക്ഷണം പലപ്പോഴും നമ്മൾ എന്നെ സഹായിക്കും. അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് ആ പ്രശ്നത്തെ കുറച്ചുകൂടെ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും. അപ്പം അതുപോലെ തന്നെ ആ പ്രശ്നത്തിന് മറ്റൊരു രീതിയിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ ആ പ്രോബ്ലം കുറച്ചുകൂടെ നന്നായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിങ്, നമുക്ക് എന്താണ് പ്രശ്നം പരിഹരിക്കുന്നുള്ള പരം ബെറ്റർ തിങ്കിങ് ആണ്. നമുക്ക് നല്ല ചിന്തകളിലൂടെ, നല്ല ഡിസിഷൻ മേക്കിങ്ങിലൂടെ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും അതിനുള്ള നിർദ്ധാരണ ശേഷി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ പുറത്തുനിന്നുള്ള ഒരാളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള റിസോഴ്സസിനെ യൂസ് ചെയ്ത് ബെറ്റർ ചോയ്സ് കൊടുക്കാൻ പറ്റും. ആൻഡ് ബെറ്റർ റിസ്ക് ഹാൻഡ്ലിങ്. ജീവിതത്തിൽ നമുക്കറിയാം, ഒരു വിദേശ രാജ്യത്ത് ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോയ ഒരു 10 വർഷമായിട്ട് ഹെവി ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ, അദ്ദേഹത്തിന് ഒരു 20 വർഷത്തോളം യാതൊരു പെറ്റിയും ഒന്നും വരാതിരുന്ന ആ വാഹനത്തെക്കുറിച്ച് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാനും അദ്ദേഹത്തിന്റെ ഡ്രൈവിനെ കുറിച്ച് വളരെയേറെ പ്രകീർത്തിക്കാൻ വേണ്ടി അവിടുത്തെ മോട്ടോർ ലൈസൻസ് അതോറിറ്റി അദ്ദേഹത്തിന് അടുത്ത് വന്നു. അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ഫൈനും ഒന്നും 20-25 വർഷമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാനായിട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം 20 വർഷമായിട്ട് ആ വാഹനം നിരത്തിൽ ഇറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ നമ്മളെപ്പോഴും പറയുന്നത് ഒരു കപ്പൽ ഏറ്റവും സുരക്ഷിതമായി നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? കരയിലാണ്. പക്ഷെ കരയിൽ ഇരുന്നാൽ മതിയോ? കരയിലിരുന്നാൽ ഒരിക്കലും ഒരു നല്ല കപ്പിത്താൻ ആവുകയില്ല, ആ കപ്പൽ നല്ലൊരു യാത്ര പൂർത്തിയാക്കാൻ സാധിക്കില്ല. അപ്പൊ എപ്പോഴും പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴാണ്, അതിന്റെ ഓരോ പ്രശ്നത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും ഒരാൾ കുറച്ചുകൂടെ മച്ചുവർ ആവുന്നത്, കുറച്ചുകൂടെ ഹെൽത്തിയർ ആകും. എപ്പോഴും ഹോസ്പിറ്റലിൽ കൗൺസിലിങ്ങിന് ആൾക്കാർ വരുമ്പോൾ പലപ്പോഴും അവർക്ക് ട്രാൻസാക്ഷൻ അനാലിസിസ്, വിനിമയ മനഃശാസ്ത്രം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് പാരന്റ്, ചൈൽഡ്, അഡൽട്ട് എന്നൊക്കെ പറയും. എല്ലാ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മൾ അവരോട് തന്നെ പറയും, നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ്? ഒരു ശിശുഭാവത്തിലാണോ, അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്ത പിതൃഭാവത്തിലാണോ? ഇതിൽ നിന്ന് മാറി നമുക്ക് കുറച്ചുകൂടെ പക്വഭാവത്തിൽ ഈഗോ സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴാണ് പലർക്കും മനസ്സിലാകുന്നത്, ഞാൻ ഇത്ര അപക്വമായിട്ടാണ് ആ സമയത്ത് പെരുമാറിയത്. ഓക്കെ, അപ്പം അഡ്വാൻറ്റേജസ് പ്രോബ്ലം സോൾവിംഗിലെ മൂന്നാമത്തെ ഭാഗം വരുന്നത് ഇൻക്രീസസ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കാനും ആ പ്രോബ്ലത്തിലെ മറ്റൊരു ആംഗിളിൽ നിന്ന് ശ്രദ്ധിക്കാനും പറ്റും. ഇൻക്രീസ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇപ്പൊ എപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രശ്നം ഒറ്റയ്ക്ക് പോകുന്നില്ല, പ്രശ്നത്തിന്റെ ഒരു ഇരട്ട പെറ്റ സഹോദരനാണ് സൊല്യൂഷൻ കൂടെ. അപ്പം എവറി പ്രോബ്ലം ഹാവ് ഇറ്റ്സ് ഓൺ സൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഓൺ റിസോഴ്സസ്. ആ റിസോഴ്സസ് സ്വയം കണ്ടെത്താം, അല്ലെങ്കിൽ മറ്റൊരാളെ സഹായത്തോടെ കണ്ടെത്താം. ഏതായാലും എപ്പോഴും പറയുന്നത് വെയിറ്റ് ആൻഡ് സീ ദ വണ്ടർ എന്നാണ്. ഒന്ന് കാത്തിരുന്നാൽ കുറെ കൂടെ അത്ഭുതകരമായി സംബന്ധിക്കും. ഇപ്പൊ ഉള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ധാരാളം പേര് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, ഇപ്പോഴത്തെ ന്യൂജൻ യുവതലമുറയ്ക്കൊക്കെ ഒരു പഠനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് +2 ഒക്കെ കഴിഞ്ഞ ശേഷം വിദേശ രാജ്യങ്ങളിലൊക്കെ, ഓസ്ട്രേലിയയിലും ജർമ്മനിയിലൊക്കെ പോകാൻ വേണ്ടി അവർ തത്രപ്പെടുകയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർ ചെയ്യുക. പലരും അവിടുത്തെ വീഡിയോസ് അയക്കുമ്പോൾ അവിടുത്തെ സ്വന്തം കാര്യങ്ങളൊക്കെ തനിയെ, ഇവിടെ വെച്ച് ഒരു കാര്യം തനിയെ ചെയ്യാത്ത ഒരാൾ അവിടെ തന്നെ തനിയെ ചെയ്യേണ്ടി വരികയും പാചകം ചെയ്യേണ്ടി വരികയും പഠിക്കാൻ വളരെ സ്ട്രെസ് അനുഭവിക്കുകയും പാർട്ട് ടൈം ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അവർ പറയുന്നത് പറ്റുന്നില്ല ഇതൊന്നും, അല്ലെ? അപ്പൊ നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്, ദേ ഹാവ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ബട്ട് ദേ ഡോണ്ട് ഹാവ് ദ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ. ലൈഫ് സ്കിൽസ് ഇല്ല. ലൈഫ് സ്കിൽസിന്റെ ഈ ഒരു കുറവ് ഈ ഒരു കാലഘട്ടത്തിന്റെ വലിയൊരു ഒരു ആശങ്കയാണ്. അപ്പൊ നമുക്ക് ലൈഫ് സ്കിൽസിൽ 10 ലൈഫ് സ്കിൽസ് പറയുന്നതിനകത്ത് ഓരോന്നും കുട്ടിക്കാലം മുതലേ പരിശീലിക്കേണ്ട, വലുതായിട്ടല്ല. ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. നമ്മൾ വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോൾ കാണാം, കൊച്ചുകുട്ടികളൊക്കെ വീണ് കഴിഞ്ഞാൽ മാതാപിതാക്കൾ വന്ന് അവരെ എടുത്ത് സഹായിക്കത്തൊന്നുമില്ല, പാമ്പർ ചെയ്തില്ല. അവർ തന്നെ എഴുന്നേറ്റ് തിരിച്ചു വന്ന് അതിന് എഴുന്നേറ്റ് കഴിയുമ്പോൾ അവരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അവരുടെ പ്രശ്നത്തെ അവര് ചെറിയ പ്രായം മുതലേ പരിഹരിക്കും. പക്ഷെ ഇവിടെയാണെങ്കിലോ വലിയൊരു കൗമാരക്കാരായ കുട്ടികളുടെ പ്രശ്നങ്ങൾ പോലും അച്ഛനും അമ്മയും എല്ലാം സാധിച്ചു കൊടുക്കും. അപ്പൊ അവർക്കത് ആ പ്രശ്നം നേരിടാൻ അറിയില്ല, അല്ലെ? ഒരു കൊച്ചു കുട്ടികളുടെ ക്ലാസ്സിലേക്ക് അധ്യാപകൻ അവരുടെ ചിത്രശലഭത്തിന്റെ ഓരോ മെറ്റാമോർഫോസിസ് സ്റ്റേജ് പഠിപ്പിക്കാറ്. അപ്പൊ അതില് പ്യൂപ്പ സ്റ്റേജിലിരുന്ന ഒരു കാര്യങ്ങൾ കാണിച്ചിട്ട് അദ്ദേഹം സ്റ്റാഫ് റൂമിലേക്ക് പോയ നേരം കൊണ്ട് അതിൽ സഹതാപം തോന്നിയ കുട്ടി എന്ത് ചെയ്തു, ഒരു ബ്ലേഡ് എടുത്ത് ആ പ്യൂപ്പ ഒന്ന് കട്ട് ചെയ്തു. അപ്പൊ അതിനെ ഒന്ന് സഹായിക്കാൻ ശ്രമിച്ച. പക്ഷെ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്യൂപ്പ പുറത്തു വന്നിട്ട് പിടച്ച് വീണ് ജീവൻ അവസാനിപ്പിച്ചു.
അദ്ദേഹം വന്നപ്പോ കുട്ടി പറഞ്ഞു കരയാണ്, ഞാനതിനെ രക്ഷിക്കാൻ വേണ്ടിയാ ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ആ പ്യൂപ്പ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അതിനകത്തിരുന്ന് അത് ചിറക് തല്ലി 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 അതിന്റെ ചിറകിന് ബലം വരികയും അത് പറക്കാൻ സാധിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ ആ ലൈഫ് സ്കിൽസ് എപ്പോഴുള്ള ഈ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. പ്രോബ്ലംസ് ആർ സംടൈംസ് പ്രോജക്ട്സ്, നോട്ട് ദ പ്രോബ്ലംസ് ആർ. അപ്പൊ അത് ഒരാളെ ശാക്തീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന അവിടെയാണ് ദേ ആർ ഹൈലി ഗിവ് ഹയർ കമ്മിറ്റ്മെന്റ്, നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം കൊടുക്കും. ഒരു ഹർഡിൽ റേസ് പോലെ ചിലപ്പോൾ സമയത്ത് ജീവിതം അല്ലെ. നമ്മള് ഒളിമ്പിക്സിലൊക്കെ ഹർഡിൽ റേസ് കണ്ടിട്ടുണ്ട് അല്ലെ. ഒരു പൊക്കം കൂട്ടി കൂട്ടി ചാടുന്ന ഒരു ഭാഗം, ഒരു സ്ഥലത്ത് ചാടി കഴിയുമ്പോൾ അതിനേക്കാൾ പൊക്കമുള്ള സ്ഥലം അടുത്തുള്ള, ഇങ്ങനെ ചാടി 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 പോകും അല്ലെ. അപ്പൊ അവസാനം അത് ഫിനിഷിംഗ് പോയിന്റ് എത്തിച്ചേരുമ്പം ആ വ്യക്തിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ഉയരത്തിലാണ് ഈ കടമ്പകളെല്ലാം വൈരുദ്ധ്യങ്ങളെല്ലാം ചാടിക്കടന്നത്. അതുപോലെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ച് പോകുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ അടുത്തൊരു പ്രശ്നം ഇങ്ങനെ പാല വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനെല്ലാം അഭിമുഖീകരിക്കുമ്പോഴാണ് ആ വ്യക്തി കുറെ കൂടെ അത്തരം പ്രശ്നങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ളതാണ് ഒരു കുറച്ചുകൂടി വാല്യുവേഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 4 ഡിഫൈൻ യുവർ പ്രോബ്ലം എന്നുള്ള സ്ലൈഡ് ഒന്നുണ്ടാവും. ഡിഫൈൻ യുവർ പ്രോബ്ലം, അതില് ഒരു ഇത് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. 4 ചോദ്യങ്ങളാണ്. വൈ, വാട്ട്, ഹൗ ആൻഡ് ഹൂ അല്ലെ. വൈ ഈസ് ദിസ് ഇഷ്യൂ എ പ്രോബ്ലം? ഡിഫൈൻ യുവർ പ്രോബ്ലത്തിനകത്ത് എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു പ്രശ്നം ഇപ്പൊ എനിക്ക് മാത്രം ആ ഒരു പ്രശ്നമായി വന്നത്, മറ്റുള്ളവർക്ക് ചിലപ്പോൾ പ്രശ്നമില്ല. ചിലപ്പോൾ പഠന പ്രശ്നമായിരിക്കാം, ജോലിയിൽ പ്രശ്നമായിരിക്കാം, റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം, സാമ്പത്തിക പ്രശ്നമായിരിക്കാം. എന്തുകൊണ്ടാണ്, വൈ, അത് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയാൽ അതിനൊരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചാൽ ചിലപ്പോൾ ഏറെക്കുറെ നമുക്കത് കുറച്ചുകൂടെ അതിലേക്ക് വെളിച്ചം വീശാൻ സാധിക്കും. വാട്ട് ആൻഡ് വാട്ട് ഷുഡ് ബി മൈ ചോയ്സ്? ഇതിനല്ലേ പകരം എനിക്ക് എന്ത് ചോയ്സ്, ആരോഗ്യകരമായ എന്ത് ചോയ്സ് എനിക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റും. ഹൗ, ഇത് എങ്ങനെ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. ധാരാളം പേര് പറയും വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അല്ലെ. ചിലപ്പോൾ അവര് കുറച്ച് നാൾ കാത്തിരുന്നതിന് ശേഷം പാർട്ട് ടൈം ജോലികൾ ചെയ്തതിനു ശേഷം അവർ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അല്ലെ. അപ്പം അവർ തന്നെ അതിനുള്ള ചോയ്സ് കണ്ടെത്തി. ദെൻ ഹൂ അല്ലെ, അവര് ആരൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആക്കണം. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആരോടൊക്കെ ഞാൻ എക്സ്പ്ലനേഷൻ പറയാം, ഏത് രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യം. അടുത്ത സ്ലൈഡ് നോക്കിയാൽ വൈ പീപ്പിൾ ഫെയിൽ ടു സോൾവ് പ്രോബ്ലം എഫക്റ്റീവ്ലി. ഒരു മനുഷ്യൻ ചിന്തിച്ചിരിക്കുന്ന പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആകെ ഒരു നാൽക്കവലി വന്ന് നിന്നിട്ട് വഴി എവിടെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാത്ത പോലെ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അപ്പോഴും പതറിപ്പോവാ ചെയ്യും. ചിലപ്പം ജീവിതത്തില് അവര് ലഹരികൾക്ക് അടിമപ്പെടാം, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ചിന്തയിലേക്ക് പോകാം, അല്ലെങ്കിൽ ജീവിതത്തില് മറ്റെന്തെങ്കിലും തെറ്റായ ഡിസിഷൻസ് എടുക്കാനൊക്കെ സഹായിക്കും. അപ്പൊ അവരെ വൈ പീപ്പിൾ ഫെയിൽ. അപ്പൊ അതില് പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത് മിസ്ഇന്റർപ്രറ്റിംഗ് ദ പ്രോബ്ലം. ആ പ്രശ്നത്തെ പലപ്പോഴും ഒരു മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ആ പ്രശ്നം ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്ന കമ്മ്യൂണിക്കേഷൻ നമുക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അത് എന്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് അവർ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഈഗോ ഇഷ്യൂസ് കാണുന്നു. ഇനബിലിറ്റി ടു യൂസ് ദ ടെക്നിക്സ് എഫക്റ്റീവ്ലി. ജീവിത നൈപുണ്യങ്ങളിൽ പലപ്പോഴും ഓരോ കാലഘട്ടത്തിലും, ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും മറ്റ് ജീവിത വ്യാപാരങ്ങളെല്ലാം അതത് കാലഘട്ടത്തിലെ റിസോഴ്സസ് യൂസ് ചെയ്യാനും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് യൂസ് ചെയ്യാതെ വളരെയേറെ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, ഞാൻ ഒരു ദ്വീപിലാണ് അല്ലെ, എനിക്ക് ആരും ഇല്ല എന്നുള്ള ചിന്ത ആ വ്യക്തിയെ വീണ്ടും പ്രശ്ന നിർദ്ധാരണത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. യൂസിങ് ദ മെത്തേഡ് ദാറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ടു പർട്ടിക്കുലർ പ്രോബ്ലം. ഒരു പ്രശ്നത്തിന് ഒരു രീതിയിൽ ഉള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് ഉപേക്ഷിക്കുന്നവരാണ്, ശ്രമം ഉപേക്ഷിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. അപ്പൊ അതിന് മറ്റൊരു ആസ്പെക്ട്സിലുള്ള ഏത് ആസ്പെക്റ്റ് ആണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത്, അതിൽ മറ്റെന്തൊക്കെയാണ് ചോയ്സ് കൊടുക്കാൻ പറ്റുന്നത് അല്ലെ. അത് ശ്രമിക്കാതെ പലപ്പോഴും ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് അതിന് ബുദ്ധിമുട്ടായി വരുന്നത് അല്ലെ. ഇപ്പൊ എപ്പോഴും 4ാമത്തെ കാര്യം പറയുന്നത് ഇൻസഫിഷ്യന്റ് ഇനാക്യുറേറ്റ് ഇൻഫർമേഷൻ. പലപ്പോഴും തെറ്റായ ഇൻഫർമേഷൻസ് വെച്ചിട്ടായിരിക്കാം ചില ആൾക്കാരെ എപ്പോഴും മുന്നോട്ട് പോകുന്നു. അവരുടെ ജീവിതത്തില് ആ ഒരു ഇൻഫർമേഷൻ റൈറ്റ് ആണോ, അത് മറ്റുള്ളവർ പറഞ്ഞത് ഹീറൻസേ ആണോ, അല്ലെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ അത്രയും റിയലിസ്റ്റിക് ആണോ എന്നുള്ളത് കൗണ്ടർ ചെക്ക് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്. ഇനബിലിറ്റി ടു കമ്പൈൻ അനാലിറ്റിക്കൽ ആർ നെഗറ്റീവ് തിങ്കിങ് അല്ലെ. ഒരുപക്ഷം പേര് നമ്മളിപ്പോ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ഒക്കെ ഒരു വലിയ കാലഘട്ടത്തിലാകും. പക്ഷെ എങ്കിലും ജീവിതത്തിൽ സ്വന്തം കാര്യം വരുന്ന സമയത്ത് പലപ്പോഴും
ഈ പറയുന്ന പോസിറ്റീവ് തിങ്കിങ് അല്ലെ? നമ്മൾ മുമ്പേ പറഞ്ഞു, അബ്ദുൽ കലാം പറഞ്ഞ ഇമ്പോസിബിൾ എന്നുള്ള വാക്കിനകത്ത് ഐ ആം പോസിബിൾ അല്ലെ. നോ എന്നൊരാൾ പറഞ്ഞു ദാറ്റ്സ് എ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, അടുത്ത പ്രാവശ്യം ഞാൻ സാധിച്ചെടുക്കും. അല്ലെങ്കിൽ എൻഡ് എഫേർട്ട് നെവർ ഡൈസ്, എന്റെ പരിശ്രമം ഞാൻ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ചെയ്യുവാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വ്യത്യാസമുള്ളവരായി മാറും. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും അല്ലെ ഒരു ക്രിസ്തുവിന്റെ നിലപാടാണ് അല്ലെ, മരിച്ചവരുടെ ഒരു ദൈവമല്ല, ഉയർത്തെഴുന്നേറ്റവന്റെ ദൈവമാണ് അല്ലെ. ഒരു പ്രശ്നത്തിന്റെ മുകളിലും ഒരു സൊല്യൂഷൻ ഉണ്ടെന്നുള്ളൊരു ഭാഗമാണ് എപ്പോഴും വരുന്നത്. എപ്പോഴും ഇപ്പുറത്തൊരു കോട്ട് എഴുതിയിട്ടുണ്ട്, ഇഫ് യു ട്രീറ്റ് യുവർ പ്രോബ്ലംസ്, അടുത്ത സ്ലൈഡ്, ദ മാജിക് ഓഫ് യുവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവത്തെ. കാൾ യൂങ് എന്ന് പറഞ്ഞ മനഃശാസ്ത്രം പറഞ്ഞു, ഈ 21ാം നൂറ്റാണ്ടില് ഏറ്റവും വലിയ അത്ഭുതം ചന്ദ്രനിൽ പോയതോ അല്ലെങ്കിൽ റോബോട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല. വെൻ എ പേഴ്സൺ ചേഞ്ചസ് ഹിസ് ആറ്റിറ്റ്യൂഡ് വണ്ടേഴ്സ് വിൽ ഹാപ്പൻ. ഒരാളുടെ മനോഭാവം മാറ്റുമ്പോഴത്തേക്കും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് യു ട്രീറ്റ് യുവർ പ്രോബ്ലം ആസ് എ പ്രോബ്ലം, ദേ ആർ പ്രോബ്ലംസ്. നിങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് കാണുമ്പോൾ അത് പ്രശ്നമാണ്. ഇഫ് യു ട്രീറ്റ് പ്രോബ്ലംസ് ആസ് ഓപ്പർച്യൂണിറ്റി, ദേ ആർ ഓപ്പർച്യൂണിറ്റീസ്. ഒരു പ്രശ്നം ഒരു അവസരമായിട്ട് കണക്കാക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ആംഗിളിൽ അതിനെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ട്രൈ ടു മേക്ക് യുവർ പ്രോബ്ലംസ് ഇൻ ടു പ്രോജക്ട്സ്, ട്രൈ ടു മേക്ക് യുവർ പ്രോബ്ലംസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് ഇതൊരു സാധ്യതയാണ്, വീണ്ടും ശ്രമിച്ചു നോക്കാനും വീണ്ടും അത് മാറ്റിവെച്ച് നോക്കാനും ഒക്കെ ഉള്ളതിന്റെ സാധ്യതയാണെന്നുള്ളത് മനസ്സിലാക്കാം. അടുത്ത സ്ലൈഡിൽ എ പ്രോബ്ലം ഇസ് എ ഓപ്പർച്യൂണിറ്റി എന്നാണ് അല്ലെ. അടുത്ത സ്ലൈഡ്, പ്രോബ്ലംസ് ആർ നോട്ട് സ്റ്റോപ്പ് സയൻസ്, ദേ ആർ ദ ഗൈഡ് ലൈൻസ്. ഒരു സിനാറിയോ നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിലെ സൈഡിൽ ഒരു കേസ് സ്റ്റഡിയില് രണ്ട് കുട്ടികളുടെ ഒരു ഇൻസിഡന്റ് എഴുതിയിരിക്കുന്നത്. സിനാറിയോ സ്റ്റഡി എന്നൊരു സ്ലൈഡ് നോക്കിയാൽ ബാക്കിലാണ് നമ്മള് 5-ാമത്തെ സ്ലൈഡിൽ സിനാറിയോ സ്റ്റഡി എഴുതിയിരിക്കുന്നത്. അതില് രണ്ട് കുട്ടികളുടെ, സുനിതായും ഇഷിതായും എന്ന് പറഞ്ഞ രണ്ട് കുട്ടികളുടെ ഒരു ഇൻസിഡന്റ് അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഗേൾ ഇൻ സുനിതാസ് ബാച്ച് മേക്സ് ഫൺ ഓഫ് ഹർ ഓൾമോസ്റ്റ് എവറി ഡേ ഇൻ ഫ്രണ്ട് ഓഫ് അതർ സ്റ്റുഡൻസ്. ഒരു സുനിത എന്ന് പറഞ്ഞ കുട്ടിയെ അവളുടെ ക്ലാസ്സിലെ തന്നെ മറ്റൊരു കുട്ടി ഇഷിത എന്ന് പറഞ്ഞ കുട്ടി എപ്പോഴും കളിയാക്കുകയും അവളുടെ വസ്ത്രത്തെക്കുറിച്ചും മുഖഭാവത്തെക്കുറിച്ചും എപ്പോഴും ബുള്ളി ചെയ്യുകയാണ്. അപ്പൊ ധാരാളം പ്രാവശ്യം ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്തപ്പോൾ അവൾ മാനസികമായിട്ട് വളരെ വിഷമിച്ചു. ഒരു ദിവസം ബാച്ച്മേറ്റ്സ് ഒക്കെ പറഞ്ഞ് നിനക്ക് പ്രതിഷേധിച്ചുകൂടെ, ടീച്ചറോട് പറഞ്ഞുകൂടെ? ആ കുട്ടി എല്ലാം സഹിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം സുനിത കാണുന്ന അവളുടെ അച്ഛൻ അവളെ വിളിച്ചുകൊണ്ട് അവിടെ സ്കൂളിൽ നിന്ന് പോകുന്നു, വഴക്ക് പറയുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് മടങ്ങി ഒരു ദിവസം വന്നപ്പോൾ വീണ്ടും ഈ സുനിത വീണ്ടും ഈ ഇഷിത സുനിതയെ കളിയാക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും ടീസ് ചെയ്യുന്നു. എപ്പോഴും അല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, തൊട്ട് താഴെ 4-5 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ക്യാൻ സോൾവ് മൈ പ്രോബ്ലംസ്, എന്റെ പ്രശ്നം എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇൻ യുവർ ഒപ്പീനിയൻ വാട്ട് ഇസ് ദ ഓപ്ഷൻ ബിഫോർ സുനിത ആൻഡ് ഇഷിത ടു റിസോൾവ് ദ പ്രോബ്ലം? നമ്മളെ ക്ലാസ്സിൽ ഇനി ഞാൻ പോകുന്നില്ല, പഠിക്കുന്നില്ല, കാരണം എന്നെ ക്ലാസ്സിൽ കളിയാക്കാണ്, ഇരട്ടപ്പേര് വിളിക്കുകയാണ്, അല്ലെ എന്നെ വളരെ മോശമായിട്ട് അവിടെ ഇമോഷണലി ഹേർട്ട് ചെയ്യുവാണ്. അപ്പം അത് ഒന്നാമത്തെ ഭാഗം. ഇനി ഒരു ഒപ്പീനിയൻ വാട്ട് ആർ ദ, നമ്മളിപ്പോൾ കേട്ടിരിക്കുന്ന 50ഓളം അധികം ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അതിലൊരു കേസ് സ്റ്റഡി തന്നേക്കാം. നിങ്ങളുടെ ഫ്രണ്ടില് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ചോയ്സ് കൊടുക്കാൻ പറ്റുന്നത്? നിങ്ങളൊരു മൂന്നാമത്തെ ഒരാളെന്നുള്ള രീതിയിൽ ആ പ്രായത്തിലെ 2 പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന സംഘർഷത്തിൽ അവർക്ക് എന്താണ് ഒരു ചോയ്സ് കൊടുക്കാൻ പറ്റുന്നത്? വാട്ട് ഡിഡ് യു കൺസിഡർ വെൻ യു പ്രൊവൈഡഡ് യുവർ സൊല്യൂഷൻ? നിങ്ങൾ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് സൊല്യൂഷൻ ആയിരിക്കും ഏറ്റവും മനോഹരമായി തോന്നുന്നത്? മൂന്നാമത്തെ ചോദ്യം, ഹൗ വാസ് ദ എക്സ്പീരിയൻസ് ഓഫ് യൂസിങ് ദ പ്രോബ്ലം സോൾവിംഗ് മോഡൽ ആൻഡ് അപ്രോച്ചസ്? ഈ പ്രശ്നത്തില് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, അത് എന്ത് പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെന്ത് പോസിബിൾ സൊല്യൂഷൻ ഭയന്നിരിക്കുകയാണോ വേണ്ടത്, അതോ ചിലപ്പോൾ ദേഷ്യപ്പെടുവാണോ വേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങൾ. വാട്ട് ആർ ദ ഇൻഫ്ലുവൻസ് സൊല്യൂഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ യു? അതില് എന്ത് രീതിയിൽ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും? ആ കുട്ടിയെ എങ്ങനെ പറഞ്ഞ് സ്വാധീനിക്കാൻ പറ്റും? വാട്ട് ഡെയിലി പ്രോബ്ലംസ് ടു യങ് പീപ്പിൾ ഇൻ യുവർ കൺട്രി ഫേസ്? നമ്മുടെ രാജ്യത്ത് ധാരാളം പേര്, ചെറുപ്പക്കാരായ കൗമാരക്കാരായ ആൾക്കാർ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറയാൻ പറ്റും? ചിലപ്പോൾ അവരുടെ ഡ്രഗ് അഡിക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പം അവരുടെ ലേസിനെസ് ആയിരിക്കാം, ഇനീഷ്യേറ്റീവ് കുറവായിരിക്കാം. അപ്പൊ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പറയാൻ പറ്റും? വൈ ഡു യു തിങ്ക് യങ് പീപ്പിൾ മീറ്റ് ഏബിൾ ടു സോൾവ് ദ പ്രോബ്ലംസ് ദാറ്റ് ദേ ഫേസ്? നിങ്ങൾ യുവാവായിരുന്നപ്പോൾ എങ്ങനെയാണ്, യുവതിയായിരുന്ന സമയത്ത് എങ്ങനെയാണ് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തത്? അത് മറ്റുള്ളവർക്കും ഒരു സഹായകരമാകും.
തൊട്ട് മുമ്പത്തെ സ്ലൈഡ് ഉണ്ട്, സ്കിൽ ഓഫ് പ്രോബ്ലം സോൾവിങ്. അതിൽ കുറച്ച് സ്കില്ലുകൾ പറയുന്നുണ്ട്. ആക്റ്റീവ് ലിസണിങ്. നിങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നമോ കേൾക്കണം, ആദ്യം നമുക്ക് വേണ്ടത് ആക്റ്റീവ് ലിസണിങ്. അദ്ദേഹത്തെ മനോഹരമായിട്ട് കേൾക്കാനും അനലൈസ് ചെയ്യാനും അതിലൊരു റിസർച്ച് പോലെ നടത്താനും ക്രിയാത്മകമായിട്ട് അതിനെ സമീപിക്കാനും അതുപോലെ തന്നെ നല്ല ആശയവിനിമയത്തിലുള്ള നമ്മുടെ വെർബലും നോൺ വെർബലും കാര്യങ്ങൾ കൃത്യമായിട്ട് അവരോട് പറയാനും അത് ചിലപ്പോൾ എഴുതി കൊടുക്കാനാണെങ്കിൽ അങ്ങനെ കൊടുക്കാനും ഒക്കെ ശ്രമിക്കാൻ പറ്റും. ഡിപ്പെൻഡബിലിറ്റി, ഒരാൾ ആശ്രയിക്കുന്നതിലുള്ള ലജ്ജയില്ലായ്മ, അല്ലെ, ഒരു ഡിസിഷൻ മേക്കിംഗ്, കൃത്യമായ തീരുമാനം എടുക്കാനുള്ള കഴിവ്, ടീം ബിൽഡിംഗ്, ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് സഹായിക്കാൻ സാധിക്കുന്ന കാര്യം. പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു പ്രധാന ഭാഗങ്ങളാണ് പറഞ്ഞത്. നമുക്കെപ്പോഴും ഓരോ വ്യക്തികൾക്കും അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്. അതിൽ നമുക്ക് പെട്ടെന്ന് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇമോഷൻസ് ഇത്രയാണ് ഒരു വാക്കുകൊണ്ടേ നിർത്തുവാണ്. ആ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രശ്നങ്ങൾ നമുക്കെല്ലാം ഉണ്ടാവാറുണ്ട്, അല്ലേ? ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ്? ഫിയർ, ഭയമായിരിക്കും ആദ്യം ഉണ്ടാവും. ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ഒരാള് ചില കാര്യങ്ങളിൽ അപമാനിക്കുമ്പോൾ വീണ്ടും അവിടെ പോകാൻ വേണ്ടി ഒരു ഭയമായിരിക്കും. അവോയ്ഡൻസ്, ഒഴിഞ്ഞു മാറുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ബ്ലെയിം, അച്ഛനെയോ അമ്മയോ മറ്റാൾക്കാരോ ഇവിടെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്, അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും പിന്മാറുകയാണ്, അല്ലെ, കുറ്റപ്പെടുത്തലായി. പിന്നെ വിഡ്രോവലായിരിക്കും, ഒറ്റപ്പെട്ടിരിക്കാം, എല്ലാ ആൾക്കാരിൽ നിന്നും ഒറ്റപ്പെട്ട് ഈ പ്രശ്നങ്ങളെ നേരിടാൻ ബുദ്ധിമുട്ടുക. ആങ്കർ, ദേഷ്യമായിരിക്കാം, അല്ലെ. നമുക്ക് ദേഷ്യം ഉണ്ടാകുമ്പോൾ ആ ശാരീരികമായ കുറെ ഇമോഷൻസിലൂടെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവുന്നുണ്ട്. സ്ഥിരമായിട്ട് ദേഷ്യപ്പെടുന്നവർക്ക് അൾസറും ആസ്മയും ഹാർട്ട് അറ്റാക്കും ക്യാൻസറും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ദേഷ്യം നമ്മുടെ പ്രശ്നം കൊണ്ട് ശാരീരിക പ്രശ്നങ്ങൾ കൂടെ പിന്നീട് ഉണ്ടാകും. അഗ്രഷൻ, അക്രമ സ്വഭാവമായിരിക്കും പെട്ടെന്ന് തന്നെ, അല്ലെ. പുറത്തോട്ടുള്ള അക്രമ സ്വഭാവത്തെ വയലൻസ് എന്നും അകത്തോട്ടുള്ള അക്രമ സ്വഭാവത്തെ DSH, ഡെലിബറേറ്റ് സെൽഫ് ഹാർമിംഗ്, അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കുന്ന ശീലം അല്ലെങ്കിൽ സ്വയം നശിപ്പിക്കുന്ന ശീലത്തിലേക്കൊക്കെ പോകും. ഇതെല്ലാം ഇന്ന് ആധുനിക തലമുറയിൽ വളരെ കാണുന്നുണ്ട്, അല്ലെ. ഹോസ്പിറ്റലിലൊക്കെ വരുന്ന 10 കേസിൽ 8 കേസ് ഇതുപോലൊക്കെ തന്നെയാണ് വരുന്നത്. പ്രോബ്ലം ഇഷ്യൂസ് ആണ്. നമുക്ക് ശാന്തമായിട്ടിരുന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതിന് ഏവരെയും സഹായിക്കട്ടെ. ഫാമിലി റിസോഴ്സസ്, അതുപോലെ ഫ്രണ്ട്ഷിപ്പ് സർക്കിള്, അതുപോലെ ധാരാളം ഈ ഫീൽഡിലുള്ള മറ്റ് മെന്റൽ ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ്, അതുപോലെ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ഉണ്ട്, അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്. ഇവരുടെയൊക്കെ സഹായം ചില സമയത്ത് അങ്ങനെ നമ്മൾ എന്ത് വിചാരിച്ചിട്ടും ശരിയാവുന്നതിന് വൈകാരിക പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനും തീരുമാനമെടുക്കും. ധാരാളം ഉണ്ട്. നമ്മൾ 6 ഹാറ്റ്സ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് പറയാറുണ്ട്. നമുക്കിപ്പം സമയത്തിന്റെ പരിമിതി മൂലം നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്, അല്ലെ. പ്രോബ്ലംസ് ആർ നോട്ട് ടു ബ്രേക്ക് യു ബട്ട് ടു മേക്ക് യു. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഫാമിലിയും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും, അല്ലെ, നമുക്ക് ഉള്ള നല്ല സിഗ്നിഫിക്കന്റ് അതേഴ്സ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ള റിസോഴ്സസ് അതിനുവേണ്ടി സുസജ്ജമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള പ്രോബ്ലം സോൾവിങ് മെത്തഡോളജീസ് യൂസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ഏറെ ബഹുമാനപ്പെട്ട തോമസ് അച്ഛന്, നമ്മുടെ അഭിമന്യ ഡോക്ടർ മാത്യൂസ് തിമോത്തിയോസ് തിരുമേനി, ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി ഫാദർ PK കൊച്ചി അച്ഛൻ, അതുപോലെ ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ നൈനൻ ജോർജ് അച്ഛൻ, മറ്റെല്ലാ ആന്റണി മൂത്തേടൻ സാറ്, മറ്റെല്ലാ വന്യരായ വ്യക്തികള്, MSWയിലെ 1ാം 2ാം വർഷ വിദ്യാർത്ഥികളുണ്ട്, പരിമല മാർ ഗ്രിഗോറിയസ് കോളേജിലെ മറ്റ് ഇവിടുന്ന് പഠിച്ചു പോയതും, കുച്ചൂർ ബഥാനിയ ഇടവകയ്ക്കുള്ള വളരെ നന്ദി കൂടെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ നിങ്ങൾ MGOCSും OCYയും അവിടുത്തെ ആത്മീയ സംഘടനകളെടുത്ത തീരുമാനത്തിന് ശ്ലാഘിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനുണ്ട്. നമ്മളിപ്പോ കേട്ട പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് വലിയ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിലെ കാര്യമാണ്. നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് സംസാരിക്കുന്ന കാര്യമല്ല. പക്ഷെ നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പൊ അത്തരം കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾ അല്ലെ അത്തരം പ്രോബ്ലം സോൾവിംഗ് നിങ്ങൾ കണ്ടെത്തിയ ഒരു മനോഹരമായ മാർഗം എന്തായിരുന്നു ഒന്ന് ഷെയർ ചെയ്ത ബാക്കിയുള്ളവർക്കൂടെ നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് ഗൂഗിൾ ഫോം കൂടെ ഫിൽ ചെയ്ത് അവസാനിപ്പിക്കാം. 8:30 കൊണ്ട് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
ജോർജ് സാറ് പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ, സാറ് പറഞ്ഞ പോലെ ഈ പറയുന്ന സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന ടോപ്പിക് അല്ല. അതുകൊണ്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എബി ജോൺസൺ കൈ ഉയർത്തി ചോദിക്കാനാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കും. Sir, good evening. Abhi Johns here. What are the techniques that we can use for identifying a problem? ഒന്ന് പരിചയപ്പെടുത്താമോ? ഒന്ന് പരിചയപ്പെടുത്തുകയോ ചെയ്യാം. ഒന്ന് പരിചയപ്പെടുത്താമോ? Please, can you introduce yourself? Yes, my name is Abhi Johns. I am from the Kottarakala Punnur diocese, and I am currently in Pune, working in Pune. Okay. So, can you explain your question once again? What are the major models of problem solving? What are the techniques that we can use to identify a problem? The major techniques are, we have to find the root cause by identifying, by prioritizing the problem. Sometimes the problem may be entirely a different wide area. We can prioritize. Is it an emotional issue? Is it a relationship issue? Yeah, is it a financial issue? And first of all, finding out that real issue, give traces to find out, mitigate that issue. Then second thing is finding the choices. Sometimes while we finding out some alternatives or the amicable choices, and with that choices also sometimes help us to prioritize number 1, 2, 3, which choices are more comfortable. And then third one is explore possible solutions and act according to our problem. We have to enact according to that problem. And so the fourth one is apply that solution to the problem to resolve that danger or threat that is happening, to creating a risk to our life. The last one, taking the feedback, look back and learn. And through this process, we can sometimes try to resolve the intensity of that problem and find out a solution also. Okay, sir. Thank you. Thank you. നമുക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ആർക്കെങ്കിലും ചോദിക്കാനുള്ളവര്, താല്പര്യമുള്ളവർക്ക് ചോദിക്കാം. സംസാരിക്കാൻ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും ചെയ്യാം. നിശബ്ദത നമുക്കടുത്ത് ഇതിലേക്ക് കടക്കാനുള്ള ഒരു സൂചനയായിട്ട് മനസ്സിലാക്കുന്നു. ഇന്ന് ഇതില് സംബന്ധിക്കുന്ന എല്ലാവർക്കും അവരുടേതായ ഒരു പ്രോബ്ലം സോൾവിങ് മെത്തഡോളജീസും സ്ട്രാറ്റജീസും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ലൈഫ് സ്കിൽസ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ അംഗങ്ങളായിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഇപ്പോൾ ഈ ഗ്രൂപ്പിലിടാം. അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. അതിനകത്തൂടെ നമുക്ക് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഇവിടെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ PPT നമ്മൾ ഷെയർ ചെയ്യും. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ്, റീഡിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ജോർജ് സാർ അത് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടേതായ ഏരിയയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ഒരു ആസ് എ ഗ്രൂപ്പ്, ആസ് എ ഫാമിലി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരം കിട്ടും. മറ്റാർക്കും സംശയങ്ങളോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇതിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചേർക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം കൂടെ 1-2 മിനിറ്റോട് നമുക്ക് ഉപയോഗിക്കാം. ഇത്രയായി എങ്കിലും ആർക്കെങ്കിലും ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ
മുന്നോട്ട് വരാം. PPT ഒക്കെ ചെയ്തു തന്ന ഡോക്ടർ അനീറ്റ എലിസബത്ത് കൊച്ചമ്മയ്ക്ക്, റിനേച്ചിന്റെ കൊച്ചമ്മയ്ക്കും താങ്ക്സ് പറയുന്നു. എനിക്കിവിടെ ലാപ്പ് വാങ്ങുന്ന വർക്കിംഗ് ലാൻഡുണ്ട്. കൊച്ചമ്മ എന്നുള്ള സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. താങ്ക് യു കൊച്ചമ്മ. Oh, that's not a problem. Thank you. ജോർജ് പ്രസാദ് സൂചിപ്പിച്ച പോലെ വിദേശ രാജ്യങ്ങളിലെ മോഡൽസ് നമുക്ക് വ്യത്യസ്തമായതുണ്ട്. ആർക്കെങ്കിലും പുറത്ത് ഉള്ളവരുണ്ടെങ്കിൽ അത് ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റുമെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ആനിന് ഒക്കെ അതിനെ സംബന്ധിച്ച് സോഷ്യൽ വർക്ക് ഏരിയയിലാണ്, പേരന്റിങ് ഉണ്ട്, അവിടുത്തെ UK-യിലും അതിനുശേഷം ഇപ്പം കാനഡയിലുമാണ്, വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നു. എന്തെങ്കിലും അത് സംബന്ധിച്ച് ഷെയർ ചെയ്യാനുണ്ടോ? അച്ഛാ, അത് ഇവിടെ ആദ്യം ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് തിരിക്കാൻ പറ്റുള്ളൂ അച്ഛാ. ആക്ച്വലി ഞാനിപ്പോൾ ആ പ്രോസസ്സിങ്ങിലാണ്. അപ്പം പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അവരൊരു രജിസ്ട്രേഷൻ നമ്പർ തന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സൂപ്പർവൈസറിൻ്റെ അടിയിൽ വർക്ക് ചെയ്യണം ഒരു 6 months. അന്നേരം നമുക്ക് ഇവിടുത്തെ ഒരു അപ്രോച്ചൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പഠിക്കുക, ലേണിംഗ് സ്റ്റേജാണ് വെച്ചാൽ. പക്ഷെ ഇനി നമ്മൾ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ട് നമ്മൾ ഇനി ആക്ച്വൽ ലേണിങ്ങിലോട്ട് പിന്നെ ലേറ്റർ ടൈമിലാണ് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു നീണ്ട പ്രോസസ്സിങ് ആണ്. എന്തെങ്കിലും ഞാൻ മീൻസ് ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ ലേൺ ചെയ്യുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഹെൽപ്ഫുൾ ആകും. മീൻസ് കംപ്ലീറ്റ്ലി